സോ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാതിലൊക്കെ ലോക്ക് ചെയ്യണു. വാതിൽ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗേറ്റ് അടയ്ക്കണം. സോ ഞാൻ ഗേറ്റ് അടയ്ക്കാൻ പോവാണ്. ഗേറ്റ് അടയ്ക്കാൻ എങ്ങനെയാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഞാൻ ഗേറ്റ് അടയ്ക്കാൻ പോവാണ്. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് രണ്ടും അടിപൊളിയാണ്. ചുറ്റും ഇല്ലെങ്കിലും മുകളിൽ കുറച്ച് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇത് കാണാം നിങ്ങൾക്ക്. കുറേയൊക്കെ പോയി, സമ്മർ ആയതുകൊണ്ടാണോ വെയിൽ വന്നതുകൊണ്ടാണോ മഴ വന്നതുകൊണ്ടാണോ എന്നറിയില്ല. കുറേ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ അടയ്ക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ഗേറ്റാണ്. ഗേറ്റുകൾ അടയ്ക്കുന്നു. ഞാൻ എന്തിനാണ് ഗേറ്റ് അടയ്ക്കുന്നത് അല്ലേ? അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആയിട്ടാണ് ഞാൻ ഇവിടെ വരാൻ പോണത്. ഓക്കെ, സോ നമ്മൾ ഗേറ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അടയ്ക്കണം. നമ്മുടെ പൂട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പൂട്ട് വെച്ചിട്ട് പൂട്ടും. ബിക്കോസ് നമ്മളെന്തിനാണ് ഇതൊക്കെ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി യുനോ എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്യണേ അല്ലേ? ഗേറ്റിനെ പൂട്ടി അതിൻ്റെ ശബ്ദമൊക്കെ വരെ കേൾക്കാം. ഒരു ചാവി തൽക്കാലം നമുക്ക് പോക്കറ്റിലിടാം. ആൻഡ് നമ്മൾ തിരിച്ച് വരുമ്പോൾ സ്ലോ മോഷനിൽ കാട്ടണം. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫാഷൻ ഫ്രൂട്ടാണ്. ഈ കാണുന്നതാണ് ഫാഷൻ ഫ്രൂട്ട്. ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ട്. ഫാഷൻ ഫ്രൂട്ട് നോർമലി സമ്മറിലൊക്കെ ജ്യൂസ് അടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഫാഷൻ ഫ്രൂട്ട്. ഞാൻ എന്തിനാണ് ഗേറ്റ് അടച്ചത്, വാലടച്ചത്, എന്തിനാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടെന്ന്. ഐ ഷോ യു. ചിലപ്പോൾ ഊരുണ്ടാവും, ചിലപ്പോൾ തന്നെ ഇടാം. ആൻഡ് ഞാനിപ്പോൾ എന്താ ഞാൻ ഗേറ്റ് അടച്ചേക്ക. പെട്ടെന്നൊരു സാഹചര്യത്തിൽ എനിക്ക് ഡാഡി വിളിച്ചപ്പോൾ പോകേണ്ടി വന്നു. സോ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ആൻഡ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോയ്സിനെ പുറത്തേക്ക് ഇടാൻ പോവാണ്. ദിസ് ഈസ് പെപ്പെ ആൻഡ് ദിസ് ഈസ് ബോബി. സോ ഞാൻ ആദ്യം പുറത്തേക്ക് ഇടാൻ പോകുന്നത് മിസ്റ്റർ പെപ്പേനെയാണ്. പെപ്പെ ഇനിയിപ്പോൾ ഇറങ്ങും. സോ പെപ്പെ ഇറങ്ങും. ബോബിനെ ഇറക്കാൻ പോവാണ്. ബോബി തിരക്കും കൂട്ടി നിൽക്കുകയാണ്. പെപ്പെ എത്തി ഓൾറെഡി. ഈ ബോബിനെ ഇറക്കാൻ പോവാണ്. ബോബിനെ ഇറക്കി ഞാൻ രണ്ടുപേർക്കും ഇവിടെ ലാവിഷായിട്ട് നടക്കാം. ആൻഡ് ഇത് പോണു ബോബി. ബോബി നോട്ടി പോയല്ല, നല്ല കുറുമ്പനാണ് ബോബി. പെപ്പെ പാവാണ്. പെപ്പയ്ക്ക് വയസ്സായി. പെപ്പെ ഇനിയിപ്പോൾ മൂത്രയ്ക്കാൻ പോകണം. ഇവിടെ വയ്ക്കില്ലെന്ന് പറയുന്നു. പെപ്പനെ വഴി മറ്റുന്നു. പെപ്പെ അവിടെ പോകുന്നു. ഓക്കെ, എൻ്റെ ബോബി അവിടെ പോയിട്ട് മുള്ളുന്നു. പെപ്പെ ഇവിടെ നിന്ന് മുള്ളുന്നു. ആൻഡ് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ കാറില്ലേ അത് കഴുകാൻ പോവാം. അതാണ് എൻ്റെ ഇന്നത്തെ ഹോംവർക്ക്. ഈ കാർ കഴുകലാണ് എൻ്റെ ഹോംവർക്ക്. ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാൻ പോകുന്ന ഈ കാറാണ് ഈ കാർ. സോ ഈ വണ്ടി കഴുകണം, അതാണ് എൻ്റെ അജണ്ട. ബിഫോർ ദാറ്റ് നല്ല വെയിലാണെന്ന്, ഒടുക്കത്തെ വെയിലാണ്. ഒടുക്കത്തെ വെയിലെന്ന് പറയുന്നത് ഭയങ്കര വെയിൽ. ആൻഡ് നമ്മൾ ഇവിടെ നിന്നുള്ള ഈ ചവിട്ടി ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. കാരണം ബോബി അല്ലെങ്കിൽ പെപ്പെ ഇവിടെ വന്നിരുന്നേന് പിന്നെ അവിടെ ആകെ പ്രശ്നമാവും. സോ ബെറ്റർ വി ഫോൾഡ് ഇറ്റ് ഇൻടു സ്മോൾ ചെറുതായി 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 ഫോൾഡ് ചെയ്തിട്ട് വെച്ചു. അടി കൂടുന്ന രണ്ട് സഹോദരങ്ങൾ. ആൻഡ് നമുക്കിനി മെല്ലെ കാറ് കഴുകാം. കാറ് കഴുകാൻ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബക്കറ്റ്, കപ്പ്, പിന്നെ കാറ് വേണം. എന്നാലാണ് കാറ് കഴുകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആദ്യം ഈ വണ്ടിയിലുള്ള ചെളികൾ, ഇത് ഐ തിങ്ക് സം ക്രോ, പിന്നെ ഇവിടെയൊക്കെ കുഞ്ഞു ഡസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകണം. ആൻഡ് ഹോപ്പ്ഫുള്ളി വൺ ഡേ ഐ വിൽ മേക്ക് മൈ പാരൻസ് പ്രൗഡ്. മേക്ക് യുവർ ഫാദർ ആൻഡ് മദർ പ്രൗഡ് ഓഫ് യു. പ്രോവേർബ്സ് 23:25. എന്താണെന്നറിയില്ല. സ്റ്റിൽ യാ, ലെറ്റ്സ് വെയിറ്റ്. ഇനി വണ്ടി ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് കാർ കഴുകാം. സോ കാർ കഴുകാനായിട്ട് വേണ്ടത് ബക്കറ്റ് ആൻഡ് കപ്പ്. സോ നമ്മളാദ്യം ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. സോ വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഷോ യു. വെള്ളം ഇങ്ങനെ നിറയ്ക്കണം. ബക്കറ്റിൽ ഇങ്ങനെ നിറയ്ക്കുക വെള്ളം.
ബക്കറ്റിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബക്കറ്റിൽ എത്രയും വേഗം നിറയ്ക്കുന്നു അത്രയും വേഗം നമുക്ക് കറി കഴുകാം. ടാപ്പിൻ്റെ ഫോഴ്സ് നമുക്കിവിടെ ഡിസൈഡ് ചെയ്യാം. വണ്ടി അത്യാവശ്യത്തിന് ഡസ്റ്റിയാണ്. ഡസ്റ്റി മാത്രമല്ല ആകെ ചെളി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ അതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ടയറിൻ്റെ അലോയിൽസും എന്തായാലും അത് കുറച്ച് പൊടി പിടിച്ചിട്ടിരിക്കണേ. എനിവേ വിൽ ക്ലീൻ ദിസ് സോൺ. ഓക്കെ, തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഓൾമോസ്റ്റ് നിറഞ്ഞു. ഇനി നമ്മൾ കാർ കഴുകാൻ പോകണം. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യണം, കാറിൻ്റെ താക്കോൽ ഇവിടെ വയ്ക്കുക. എന്നിട്ട് ബക്കറ്റിൽ വെള്ളമായിട്ടുള്ള ബക്കറ്റ് അടുത്തേക്ക് കൊണ്ടുപോവുക. ആൻഡ് ബക്കറ്റിൽ വെള്ളം എടുക്കുക, ഒഴിക്കുക. എങ്ങനെയുണ്ട്? ബക്കറ്റിൽ വെള്ളം എടുക്കുക, ഒഴിക്കുക. ബക്കറ്റിൽ വെള്ളം എടുക്കുക, ഒഴിക്കുക. ബക്കറ്റിൽ വെള്ളം എടുക്കുക, ഒഴിക്കുക. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കുറച്ച് നേരം. ഓക്കെ, നമുക്ക് ആ സൈഡിലേക്ക് പോകാം. ഇത് ശരിക്കും ഭയങ്കര പണി കേട്ടോ. ഈ ബക്കറ്റിൽ വെള്ളം ഒഴിക്കുക, ബക്കറ്റിൽ വെള്ളം ഒഴിക്കുക, എന്നിട്ട് അവിടേക്കൊക്കെ ഇവിടേക്ക് ഭയങ്കര ടാസ്ക്കാണ്. സ്റ്റിൽ നീ സൈഡ് ഇതാക്കണം. നീ സൈഡിലേക്ക് ആക്കണമെങ്കിൽ ആ ബക്കറ്റ് ഇവിടുന്ന് ഇവിടേക്ക് എടുക്കണം. ക്യാമറ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വെക്കണം. എന്തോരം പരിപാടിയെന്ന് അറിയുമോ? എല്ലാവരുടെ കാരണം ഈ വ്ളോഗ് എടുക്കലൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇതിൽ അത്യാവശ്യം എഫോർട്ട് ഉണ്ട്. പിന്നെ ഈ വെള്ളം ഒഴിക്കുന്നത് വരെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. എൻ്റെ കഷ്ടപ്പാട് കാണിക്കാനല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാറ് കഴുകുന്ന വീഡിയോ എനിക്ക് നിർബന്ധമാണ്. ബിക്കോസ് പ്രത്യേകിച്ച് ഈ കാറ് കഴുകുന്ന വീഡിയോ എനിക്ക് നിർബന്ധമാണ്. സോ നമ്മുടെ കാറിൽ ഓൾമോസ്റ്റും എല്ലാ ഭാഗത്തേക്കും വെള്ളമുണ്ട്. യു ക്യാൻ സീ എല്ലാ ഭാഗത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇവിടേക്കും എല്ലായിടത്തേക്കും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി മെല്ലനെ കാർ കഴുകാം. പെപ്പെ എത്തിച്ച് നോക്കണം. പെപ്പെ 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 പെപ്പയ്ക്ക് ഭയങ്കര അസുഖമൊക്കെ വയസ്സായതുകൊണ്ട്. ബോബി എവിടെ ഉണ്ടാവോ? ബോബി ടൂർ പോയതാണെന്നുണ്ട്. ആൻഡ് ഇനി മെല്ലനെ നമ്മുടെ സ്ക്രബ് എടുത്തിട്ട് നമുക്ക് മെല്ലനെ ഇതാക്കാം, തുടയ്ക്കാം. ഇനി ക്യാമറ നമുക്ക് അപ്പുറത്തേക്ക് വയ്ക്കാം കേട്ടോ. ക്യാമറ അപ്പുറത്തേക്ക് വയ്ക്കാം. ഇത് ബോബി അപ്പുറത്തുനിന്ന് വരുന്നു. എല്ലാവരും അവിടെ നിന്ന് കയറുക. നല്ല രസമായിട്ട്. പക്ഷേ ഇത് ബോബി ഇവിടെ നിന്ന് വരുന്നു. അപ്പോൾ പെപ്പ ഇവിടെ നിൽക്കണം. ഇത് ബോബി അപ്പുറത്തൂടെ പോകണം. അപ്പോൾ പെപ്പ അപ്പുറത്തോടെ പോകണം. രണ്ടുപേരും ഒന്നിക്കുന്നു. ഓക്കെ, സോ നമുക്ക് പാത്രം കഴുകല്ല, കാർ കഴുകാം. സോ ഈ ഭാഗം വെച്ചാണ് നമ്മൾ പാത്രം കഴുകണം. ഐ മീൻ കറി കഴുകണം. വരയ്ക്കുന്നു, തേക്കുന്നു, വരയ്ക്കുന്നു, തേക്കുന്നു. ഐ വിൽ ഷോ ദിസ് പ്രോസസ് ലിറ്റിൽ ബിറ്റ് മോർ. പെപ്പയുടെ ടയർഡായി, പെപ്പയുടെ റെസ്റ്റ് എടുത്തു. സോ ഈ ഭാഗമൊക്കെ നോക്കിക്കോട്ടോ. പോകുന്നുണ്ടോ? ചെളി കൊണ്ടുണ്ടോ? ഈ ഭാഗം കണ്ടോ? ടിൻ 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 ടിൻ. അപ്പം ഇങ്ങനെ ഫുള്ള് കഴുകണം. യുനോ അത്യാവശ്യം പണിയുള്ള കാര്യമാണ്. ചില്ലറ പരിപാടിയെല്ലാം ചെയ്യാൻ പോകണം നമ്മൾ. ഒരു കാറ് കഴുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ്. സോ കാറ് കഴുകാൻ പോകണം. ഇതിന് ടൈം ലാപ്സ് എടുത്താൽ നല്ലതെന്നാണ് തോന്നുന്നത്. സോ ടൈം ലാപ്സ് ഇടാനായിട്ട് ഞാനിപ്പോൾ വരുന്നതാണ്. ആദ്യം ഈ ഭാഗം വൃത്തിയായിട്ട് കഴുകാം. ബിക്കോസ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗം ഓഫ് മൈ ലൈഫ്. ഐ ഹാവ് ടു മേക്ക് പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് ടു മൈ പാരൻസ്. അങ്ങനെ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റും കഴുകി തീരാറായി. എൻ്റെ ബാക്കിലത്തെ ഭാഗമാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. ടയർട്ടിട്ട് സിമ്പിൾ കഴുകാം. കിട്ടുന്നുണ്ടോ അല്ലേ?
അങ്ങനെ നമുക്ക് ടയോട്ടയുടെ എംബ്ലം, സിമ്പിൾ, എഴുത്ത് എല്ലാതും വൃത്തിയിൽ കഴുകാം. അങ്ങനെ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റും വൃത്തിയായി എന്നാണ് തോന്നണേ. വലിയ കുഴപ്പമില്ല, വൃത്തികേടൊന്നുമില്ല, ഒരു വൃത്തിയായി. ആൻഡ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിനി നമ്മുടെ അക്വേറിയം കഴുകാണ്ട്, പിന്നെ ചെടികൾ സെറ്റ് ചെയ്യാണ്ട്, കുറേ പരിപാടികളുണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ വരുമെന്ന് അറിയില്ല. ലെറ്റ്സ് ഓക്കെ. എപ്പോഴും ഇരിക്കുന്നുണ്ട്. ആൻഡ് ബോബി ഇവിടെ ഉണ്ടായിരുന്നവൻ നമുക്കാണല്ലോ, അവൻ സർക്കിറ്റ് അടിക്കാൻ പോയി തന്നുണ്ട് അല്ലേ. ബോബി ഫുള്ള് അങ്ങോട്ട് എടുക്കുക എന്തോ തപ്പി നടക്കുക പുള്ളി. എന്താണാവോ, നോ ഐഡിയ. ഡോറിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി അവിടെ ഇരുന്ന് ലാസ്റ്റ് കിടന്ന് ഉറങ്ങിപ്പോയി. അവിടെ എൻ്റെ തൂങ്ങി കിടക്കുന്ന രക്ഷയുണ്ട്. പാട്ട് വെച്ചിട്ടില്ല, ഡാഡി ഉറങ്ങുക. അങ്ങനെ നമ്മുടെ കാർ ഓൾമോസ്റ്റും കഴുകി. കാർ കഴുകുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വേറൊരു വ്യക്തിയെ എന്നെ കണ്ടു. അവിടെ വിഷമിച്ചിരിക്കുക, എന്നെ കഴുകിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് കഴുകാൻ വലിയ സമയമൊന്നുമില്ലല്ലോ, സോ ഇവനെയും കഴുകിയെടുക്കാം എന്ന് വിചാരിച്ചു. ഇതൊരു വെസ്പയാണ്, വെസ്പ. സോ അടുത്ത് നമ്മൾ ഈ വണ്ടി കഴുകാനാണ് പോകുന്നത്, വെസ്പ. സോ ലൊക്കേഷൻ ചേഞ്ച്, ലെറ്റ്സ് വാഷ് വെസ്പ. ഇനി വെസ്പ കഴുകാം. ഓക്കെ, വെസ്പ കഴുകാനായിട്ട് ഭയങ്കര സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. വെസ്പയുടെ മുകളിലുള്ള ഹെൽമെറ്റ്, പിന്നെ വാട്ടെവർ ദിസ് കവറേജ്, അത് നമ്മൾ മാറ്റി വയ്ക്കണം. ഐ ഹോപ്പ് ബോയ്സ് ഇതെടുക്കില്ല എന്ന് വിചാരിക്കണം. എനിവേ, ഐ ഡോണ്ട് ട്രസ്റ്റ് മൈ ബോയ്സ്, സോ ഐ കീപ് ദിസ് തിങ് ഓവർ ദ ടോപ്പ്. ഓക്കെ, ഇപ്പോൾ വെസ്പ കഴുകാനായിട്ട് നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെ ഒരു ബക്കറ്റ് വെള്ളമാണ് വേണ്ടത്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബക്കറ്റിൽ നിന്ന് കപ്പ് എടുക്കുക, എന്നിട്ട് വെസ്പയുടെ തല വയ്ക്കുക. ദിസ് ഈസ് ഹെഡ്, ദിസ് ഈസ് തല. ഓക്കെ, എല്ലായിടത്തും വെച്ച് കൊടുക്കുക. വെസ്പ സെറ്റ് ചെയ്യും. ഈ സൈഡ് പോകുക. അങ്ങനെ നമ്മുടെ ബൈക്കും കഴുകി, കാറും കഴുകി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് അക്വേറിയം വൃത്തിയാക്കണം, പിന്നെ ഇരിക്കുന്ന കുളിക്കണം. അതൊക്കെയാണ്. അക്വേറിയം വൃത്തിയാക്കലൊന്നും ചെയ്യാൻ പറ്റുമെന്നോ അറിയില്ല. ലെറ്റ്സ് sleep, sit. Va. ഇരുന്നോ. കിടന്നോ. കിടന്നോടാ. കിടന്നോ. Baby, come here. Come here.
Come here. Va. ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഈ കാർ കയറുന്ന വീഡിയോ ഇഷ്ടമായോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചുമ്മാ എടുത്ത വീഡിയോ ആണ്, ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്തതാണ്. അന്ന് കാർ കഴുകിയ ഞാനും ഇന്ന് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന ഞാനും ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് രണ്ടും വേറെ വേറെ ആംബിയൻസിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അത് നാട്ടിൽ, ഇത് വേറെ കാട്ടിൽ. ആൻഡ് കാർ കഴുകുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് കാർ കഴുകാൻ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാർ കഴുകുന്ന വീഡിയോസൊന്നും ആവില്ല. ഇനി വലിയ വലിയ കാർ കഴുകുന്ന വീഡിയോസും ആവില്ല. ഇനി വീഡിയോസ് ഉണ്ടാവും എന്നൊന്നും അറിയില്ല. നാളത്തെക്കുറിച്ച് എന്താ ഉണ്ടാകുമ്പോൾ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. സോ യു കാൺ പ്രെഡിക്റ്റ് എനിത്തിങ്. അങ്ങനെ വേറെ വിശേഷമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ പോണു. ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയമായി, വീണ്ടും 12 മണിയായി. അപ്പം എല്ലാം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതിനേക്കാൾ മുമ്പ് കൺക്ലൂഷൻ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ ചെറിയ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇതുവരെ ആരെങ്കിലും കാണുമെന്നറിയില്ല. എന്തെങ്കിലും കാണുകയാണെങ്കിൽ വെരി ഗുഡ്. താങ്ക് യു. ബൈ ബൈ. സീ യു സം അതർ ഡേ ഓർ വിത്ത്. ബൈ ബൈ.